കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കെ യുഎസിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നു എന്ന വാർത്ത പുറത്തേക്ക് വരികയാണ്. സമൂഹ മാധ്യമങ്ങളിൽ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് വലിയ സ്വീകാര്യത കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് സ്ഥാപകനായ അഭിജിത് ദീപ്കെ യുഎസിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നത് എന്തിനാണ് എന്ന ചോദ്യം സ്വാഭാവികമായും നമ്മൾ ചോദിക്കും. ജൂൺ 6 ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് സമാധാനപരമായ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് ഇപ്പോൾ അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. അതായത് കേന്ദ്ര സർക്കാരിനെതിരെ യുവാക്കളുടെ വലിയ കൂട്ടായ്മയായ കോക്രോച്ച് ജനതാ പാർട്ടി ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ പോവുകയാണ്. ഇത് രാജ്യത്തെ യുവാക്കളുടെ വലിയ പ്രതിഷേധത്തിന്റെ മുന്നോടിയായുള്ള ഒരു സൂചനാ സമരമാണോ എന്ന ചോദ്യം കൂടി ഉയരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ പരിഹാസ രൂപേണ ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടിയായ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് വൻ സ്വീകാര്യത ലഭിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യയിലേക്ക് സ്ഥാപകൻ തന്നെ എത്തുന്നത്. തന്നെ വിമാനത്താവളത്തിൽ അറസ്റ്റ് ചെയ്യുമോ എന്ന് കുടുംബത്തിന് ഭയമുണ്ട് എന്നും എന്നാൽ ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് എന്ന് താൻ വിശ്വസിക്കുന്നു എന്നുമാണ് അദ്ദേഹം പറയുന്നത്. താൻ ഇന്ത്യയിലേക്ക് തിരികെ വരാൻ തീരുമാനിച്ചു. അതെ, ഞാൻ എൻ്റെ രാജ്യത്തേക്ക്, എൻ്റെ ജന്മനാടായ ഇന്ത്യയിലേക്ക് തിരികെ എത്തുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ആരംഭിക്കാനാണ് വരുന്നത്. ചോദ്യപേപ്പർ ചോർച്ച, പിന്നാലെ നീറ്റ് പരീക്ഷ എഴുതിയ കുട്ടികൾ ജീവനൊടുക്കിയ സംഭവം, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനം, വിഫലമായ സാഹചര്യം എന്നിവയ്ക്കെതിരെയെല്ലാം നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ശബ്ദമുയർത്തുന്നത് നിങ്ങൾ കണ്ടു. ഈ സാഹചര്യത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചേ മതിയാകൂ എന്നാണ് എക്സിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ദീപക് പറയുന്നത്. നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ് എന്നും ഭരണഘടനയുടെ പാത പിന്തുടർന്ന് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കായി സമാധാനപരമായി ശബ്ദമുയർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ പരീക്ഷാ വ്യവസ്ഥയിൽ നിരന്തരമായി ഉണ്ടായ വീഴ്ചകൾ അടിസ്ഥാനമാക്കിയാണ് ഈ ആവശ്യം ഉന്നയിക്കുന്നത് എന്നുമാണ് പറയുന്നത്. നീറ്റ്, CBSE, CUET തുടങ്ങി 1 കോടിയിലധികം വിദ്യാർത്ഥികളെയാണ് പരീക്ഷാ നടത്തിപ്പുകൾ വഞ്ചിച്ചിരിക്കുന്നത്. ഈ അവസ്ഥയിൽ നിരവധി കുട്ടികൾ ഭാവിയെക്കുറിച്ച് ഓർത്ത് ആശങ്കയിലാണ്. അതിന്റെ ഉത്തരവാദിത്തം ആരെങ്കിലും ഏറ്റെടുത്തേ മതിയാകൂ എന്നും അദ്ദേഹം പറയുന്നു. വിമാനത്താവളത്തിലെത്തുമ്പോൾ എല്ലാവരെയും കാണാമെന്നും പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നും അനുമതി വാങ്ങി ജന്തർ മന്ദറിൽ സമാധാനപരമായി പ്രതിഷേധിക്കാമെന്നും അദ്ദേഹം വീഡിയോയിലൂടെ പറയുന്നുണ്ട്.